നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ കയറി വന്നത് അറിഞ്ഞതുപോലുമില്ല. പരിസരം മറന്നങ്ങിരിക്കുക പുണ്യവതിയായ കുടുംബിനി. ദീപനെ കുറിച്ചുള്ള ഓർമ്മയായിരിക്കും അല്ലേ? എന്താണ് നിനക്ക് മറുപടി ഇല്ലേ? ഇത്തരം ചോദ്യങ്ങൾക്കുള്ള യഥാർത്ഥ മറുപടി ഈ താലിമാല പൊട്ടിച്ചിട്ട് നിങ്ങളുടെ മുഖത്തേക്ക് എറിയുന്നതാ. നിങ്ങളൊരു മനോരോഗിയാണോ? കണ്ണി കാണുന്നവരെ മുഴുവൻ സംശയിച്ചും അവരെ പിന്തുടർന്നൊക്കെ നടക്കുന്നത് നിങ്ങളുടെ രോഗത്തിന്റെ ലക്ഷണം. എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. ഇറങ്ങിപ്പോ എന്റെ മുന്നിൽ നിന്ന്. എന്റെ വീട്ടില് എന്റെ മുറിയില് നിന്റെ വാക്ക് കേട്ട് ഞാൻ ഇറങ്ങിപ്പോണം. എന്തായാലും ഇത് കയ്യിലെടുത്തതല്ലേ, കഴുത്ത് മുറുക്കി അങ്ങ് കൊല്ലണം. ഒരു ശ്വാസം പോലും ബാക്കിയാവരുത്. നിങ്ങളുടെ ഭ്രാന്തിന് അല്പ സമാധാനം കിട്ടട്ടെ. അവനിരുന്നിട്ടൊരു സമാധാനം കിട്ടുന്നില്ല. അവന് പറയാനുള്ളത് എന്താണെന്ന് ഞാനും കൂടെ കേൾക്കട്ടെ. അപ്പോഴല്ലടി നിന്റെ പുണ്യം എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ജോലി വല്ലാതെ ഒമിറ്റ് ചെയ്യുന്നുണ്ട്. വേഗം വീട്ടിലോട്ടൊന്ന് പറഞ്ഞു. ജ്യോതി എങ്ങനെയാടി അവന്റെ വീട്ടിലെത്തിയത്? ആരുടെ അവൾ അവിടെ കൊണ്ടുപോയത്? നമ്മൾ അവിടെ ചെന്നപ്പോ അവൾ ആ വീട്ടിലുണ്ടായിരുന്നു. അഴിഞ്ഞാടാൻ തീരുമാനിച്ച നീ എന്റെ അനിയത്തെ കൂടെ ആ വഴിക്ക് കൊണ്ടുപോകണം. പറയടി. അവൾ അവിടെ കൊണ്ടുപോയി കിടത്തിയത് ഞാനാ. അവളവിടെ അവളുടെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് പോയി അവിടെ വെച്ച് കൂൾ ഡ്രിങ്ക്സിൽ ചേർത്ത മദ്യം അറിയാതെ കഴിച്ചു. ആ അവസ്ഥയില് അമ്മയ്ക്ക് മുന്നിൽ കൂട്ടിക്കൊണ്ട് വരാൻ എനിക്ക് കഴിയില്ലായിരുന്നു. സുഖമില്ലാതെ അമൃത വിളിച്ചതുകൊണ്ടല്ല, ആ അവസ്ഥയിൽ ജ്യോതിയെ കണ്ടതുകൊണ്ടാ നിങ്ങളോട് പോലും പറയാതെ ഞാൻ വണ്ടിയിൽ ഇറങ്ങിപ്പോയത്. ശരിയാണ്, നിങ്ങൾ അറിയണ്ടെന്ന് ഞാൻ വിചാരിച്ചു, അമ്മ അറിയണ്ടെന്ന് വിചാരിച്ചു. അത് അവളെ വഴിവിട്ടൊന്നും പ്രേരിപ്പിക്കാനല്ല, അവളെ നിങ്ങൾ തല്ലി കൊല്ലാതിരിക്കാൻ വേണ്ടിട്ടാ. കാരണം അവൾ എന്റെ കൂടി അനിയത്യ. അവളുടെ മാനം രക്ഷിക്കേണ്ടത് എന്നെ കൂടി ഉത്തരവാദിത്വം. അത് ഞാൻ ചെയ്തോളാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.